ഹായ്, അപ്പോൾ നെസ്ലക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഉമ്മച്ചിക്കുട്ടി എന്താ ചെയ്യുന്നേ? നമുക്ക് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? മാമ്പഴപ്പുളിശ്ശേരിയോ? എന്നാ വാ, നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ അടുത്ത് പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, ഉപ്പ പഴുപ്പിക്കാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് ഒരു 5-8 ചൂണ്ടിയെടുക്കാം. ഓ വാവ്. അപ്പം നമുക്ക് ഉപ്പ വെച്ച മാങ്ങ എടുക്കാം കേട്ടോ. അതിന് ഇത്രയും വലിയ കിണ്ണമൊക്കെ വേണോ? ഇരുന്നോട്ടെ. മൂഞ്ചി മാങ്ങയോ? എല്ലാം പഴുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 8 മാങ്ങ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇത് അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ മാങ്ങയ്ക്ക്. പുളിയുള്ള മാങ്ങ വെച്ചാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ചെയ്യുന്നത്. അപ്പം നല്ല പുളിയൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് പുളിയുള്ള കറി കൂട്ടാൻ ഇഷ്ടം അല്ലേ? അപ്പം വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന തൈരിന് പുളി കുറവാ. അപ്പൊ ഈ മാമ്പഴത്തിന് നല്ല പുളി ഉണ്ടാവും. ഇതന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട്, അതായത് തൊലിയൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് കടായിലിടാം കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഇത്രയും മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് നടുകെ പൊളന്നിട്ട് കൊടുക്കാവേ. പച്ചമുളകും എരിവും ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ടോ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, മാങ്ങ എടുക്കുമ്പോൾ നമ്മൾ ഈ പരുവമുള്ള മാങ്ങ എടുക്കുക, ഒരുപാട് വലിപ്പമില്ലാത്തത്. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ്, സാൾട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എന്താ നമുക്ക് വേണ്ടേ? കറിവേപ്പില വേണം. ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഓഫായി പോയോ? ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് മാങ്ങ വേവാനുള്ള വെള്ളം നമുക്കിത് എന്ത് ചെയ്യണം? അടച്ചു വെച്ച് വേവിക്കും. ഓക്കെ. മൂടി വെച്ചു, തീ കത്തിച്ചു. ഇനി അത് അവിടുന്ന് വേവട്ടെ കേട്ടോ. വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാവേ. വായോ, അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. വായോ. അപ്പം നമുക്ക് അരയ്ക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയേ, അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം 8 മാങ്ങയുടെ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 അല്ലി ചെറിയ ഉള്ളി, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിടാം. കുറച്ച് മുഴുത്ത ചെറിയ ഉള്ളി ആയതുകൊണ്ട്. ഇത് ചെറിയ ഉള്ളി കേട്ടോ, 4 അല്ലി ചെറിയ ഉള്ളിയെ. മോള് പറഞ്ഞ ഉമ്മ വെളുത്തുള്ളി എന്നാണ് പറഞ്ഞത്. വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇട്ടു. ഇനി ഒരു 4 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്ത് മുറിച്ചൊക്കെ. പിന്നെ കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി മാങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാലും അരവിന് വേണ്ട മഞ്ഞൾപ്പൊടി. നമ്മളിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കും കേട്ടോ. അപ്പം അരച്ചിട്ട് കാണിച്ചു തരാവേ. മാങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാവേ. നമുക്കിത് കുറച്ച് ലൂസായിട്ട് കൂട്ടുന്നതാണ് ഇഷ്ടം. എല്ലാ കറിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അധികം കട്ടിയിൽ കറി കൂട്ടുന്നൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ചിലർ നല്ല കൊഴുപ്പിലല്ലേ കൂട്ടുന്നത്. നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ അരപ്പ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ചെറിയ അടുപ്പയിലാണ് വെച്ചത് കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് വരട്ടെ. തേങ്ങ അരച്ചതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതേ ജാറിൽ തന്നെ കുറച്ച് തൈര് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഉണ്ടോ? അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. തീ ഞാനിപ്പോൾ ഓഫാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൊത്തത്തിൽ പിരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. തൈരല്ലേ, വേഗം പിരിഞ്ഞു പോകും തിളവ് കൂടുമ്പോൾ. അപ്പം നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്കിതിനെ റെഡിയാക്കാവേ. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. ഇളം മധുരവും ഉണ്ടാവും, എന്നാൽ പുളിയും ഉണ്ടാവും. ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതും വെള്ളച്ചോറ്. അങ്ങനെ പിന്നെ മാമ്പഴത്തിൻ്റെ പുളിശ്ശേരി ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കുക, എന്നിട്ടില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കിനി ഇത് ഫൈനൽ സ്റ്റേജ് കടുക് വറുത്തിടാം കേട്ടോ. വറുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു പിടി പിടിക്കാമല്ലോ. ഇപ്പം വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ടൈമാണല്ലോ. അപ്പം അവർക്ക് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അവർ ഇളം മധുരവും ഇളം പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് കഴിച്ചോളും. കഴിക്കാത്ത കുട്ടികളും കഴിപ്പിക്കണം അവരെ നമ്മൾ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ വേണ്ടത് കുറച്ച് കടുക്. കടുക് ഇടുക. പടേന്ന് പറഞ്ഞ് പൊട്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെ? പടേന്ന് പറഞ്ഞ് പൊട്ടും. കടുക് പൊട്ടി വന്നാൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അവിടെ മൂടി വെക്കുക കുറച്ച് സമയം. അതായത് ചെറിയുള്ളി ബ്രൗൺ ഷെയ്ഡ് അടിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ കണക്ക്. ഒഴിച്ച് കഴിഞ്ഞാൽ തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. അതാണ് മാമ്പഴ പുളിശ്ശേരിയുടെ ഹൈലൈറ്റ്. കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടു. ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കും. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കവനെ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ അടച്ചു വെക്കാം. അവിടെ ഇരുന്ന് സെറ്റാവും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേനൽക്കാലം ആയതുകൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ അത്യാവശ്യം മാങ്ങകളൊക്കെ കിട്ടും. മാങ്ങ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ പഴുപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. വെക്കേഷൻ സമയം അവരും നല്ല നല്ല ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ വലിച്ചു നീട്ടി സംസാരിച്ചോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ചെറിയ വ്ളോഗും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി വ്ളോഗും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.